നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിൽ മഹാശിവരാത്രിക്ക് ശേഷം നടന്ന നന്ദികേശ ദർശനം വേറിട്ട ദൃശ്യാനുഭവം പകരുന്നതായി. മുൻകാലങ്ങളിൽ മഹാശിവരാത്രി ദിനത്തിൽ പുലർച്ചെയോടെ നന്ദികേശന്മാരെ കരക്കാർ കൊണ്ടുപോകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടുത്ത ദിവസവും നന്ദികേശ ദർശനം ക്ഷേത്ര ഭരണസമിതി ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിൽ മഹാശിവരാത്രിക്ക് ശേഷം നടന്ന നന്ദികേശ ദർശനം കാഴ്ചക്കാർക്ക് ആനന്ദകരമായി. മുൻകാലങ്ങളിൽ മഹാശിവരാത്രി ദിനത്തിൽ പുലർച്ചയോടുകൂടി നന്ദികേശന്മാരെ കരക്കാർ കൊണ്ടുപോകുമായിരുന്നു. എന്നാൽ മഹാശിവരാത്രി നാളിൽ ആയിരങ്ങൾ എത്തുന്നതിനാൽ ഭക്തർക്ക് സുഖപ്രദമായി നന്ദികേശന്മാരെ കാണുന്നതിനും അനുഗ്രഹം വാങ്ങുന്നതിനുമായാണ് ശിവരാത്രി കഴിഞ്ഞ് അടുത്ത ദിവസവും നന്ദികേശ ദർശനം ക്ഷേത്ര ഭരണസമിതി ഏർപ്പെടുത്തിയത്. രാവിലെ മുതൽ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ എത്തിത്തുടങ്ങിയിരുന്നു. ആകാശപ്പൊക്കത്തിൽ വർണ്ണഗോപുരങ്ങൾ പോലെ വെള്ളയിലും ചുവപ്പിലും അഴകിന്റെ എല്ലാ ലക്ഷണങ്ങളുമൊത്ത ഓരോ നന്ദികേശന്മാരും പടനിലത്ത് തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിച്ചു. ഓരോ നന്ദികേശനും പൂമാലകളാൽ അലങ്കരിക്കപ്പെട്ടിരുന്നു. വഴിപാട് സമർപ്പണത്തിൽ നേർച്ചക്കാളുകൾ മുതൽ കരക്കാരുടെ വക ഉയരത്തിൽ വമ്പന്മാരായവർ വരെ ഉണ്ടായിരുന്നു. നാടിന്റെ നാനാഭാഗത്തു നിന്നും നൂറുകണക്കിന് ഭക്തരാണ് നന്ദികേശന ദർശനത്തിന് എത്തിയത്. CDNet ന്യൂസ് ചാരുമൂട്.